ഒരു കുഞ്ഞുണ്ടായാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഞങ്ങളെല്ലാം ഡെലിവറി കഴിഞ്ഞതല്ലേ, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഈ ചോദ്യം സ്ത്രീകളായ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദരോഗം എന്നതിനെക്കുറിച്ചാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നിവ കാണപ്പെടുന്നു. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് 80% ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലും കാണപ്പെടുന്നതാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. അത് തനിയെ സബ്സൈഡ് ചെയ്തു പോകുന്നതാണ്. പ്രധാനമായ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുട്ടീനെ നോക്കാനുള്ള ഒരാശങ്ക, ഇമോഷണൽ ലബിലിറ്റി, പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ദേഷ്യം വരും, ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ്, പുതിയൊരംഗം ജീവിതത്തിലേക്ക് വന്നതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ്, ഉറക്കക്കുറവ്, കുട്ടിക്കുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിളിലുള്ള വേരിയേഷൻ, ഇതൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസിൽ കാണപ്പെടുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് സബ്സൈഡ് ആവും, ഈ ലക്ഷണങ്ങൾ സബ്സൈഡ് ആവും. ഇതിൻ്റെ പ്രധാനമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. പ്രധാനമായും ജീവിത പങ്കാളിയുടെ സാമീപ്യവും അതുപോലെ തന്നെ ധൈര്യം പകർച്ചയും കരുതലും പോസ്റ്റ്പാർട്ടം ബ്ലൂസ് തനിയെ മറികടക്കാൻ സാധിക്കും. എന്നാൽ 10 മുതൽ 15% വരെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോയേക്കാം. മൂർച്ചയേറിയ വിഷാദരോഗ ലക്ഷണങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. നീണ്ടു നിൽക്കുന്ന സങ്കടം, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ, വളരെ ക്ഷീണം, ഉറക്കമില്ലായ്മ, ആത്മഹത്യ ചിന്ത, കുട്ടീനെ കെയർ ചെയ്യാനോ അതിനെ നോക്കുവാനോ കരുതുവാനോ തോന്നാത്തൊരവസ്ഥ. ഈ ആത്മഹത്യ ചിന്ത എന്ന് പറയുമ്പോൾ സൂയിസൈഡൽ റിസ്ക് മാത്രമല്ല, ഹോമിസൈഡൽ റിസ്ക് കൂടെ ഉണ്ട്. കുട്ടീനെ അപായപ്പെടുത്താനോ മുറിവേൽപ്പിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇത് കൂടി വരുമ്പോഴാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലേക്ക് പോകുന്നത്. അവിടെ ഡെലൂഷൻസ് ഉണ്ടാവാം, ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, മിഥ്യാധാരണ, അതുപോലെ തന്നെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, കുട്ടി തൻ്റെ അല്ലെന്ന് വരെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകാം. ഇവിടെ കുട്ടിയുടെ ജീവനും അമ്മയുടെ ജീവനും അപകടമുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ ഇതിന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പ്രഗ്നൻസിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടാകാം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് സൈക്കാട്രിക് ഇൽനെസ് ഉണ്ടെങ്കിലും ആകാം. അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി അല്ല, ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ, ഇതൊക്കെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിലേക്ക് പോകാനുള്ള അവസ്ഥയുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാസവസ്തുക്കൾ, തലച്ചോറിലെ രാസവസ്തുക്കൾ കൊണ്ടാകുന്ന വ്യതിയാനം, ഡോപ്പമിൻ്റെ അളവൊക്കെ കൂടുമ്പോഴും ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണ്. നമ്മൾ അത് ചികിത്സിക്കണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലിയിലുള്ളവർ ഈ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുക, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടി പൂർണ്ണമായി ചികിത്സ നേടുക എന്നുള്ളതാണ് പ്രധാനമായ ഘടകം. അക്യൂട്ട് സൈക്കോസിസ് അല്ലെങ്കിൽ അക്യൂട്ട് സ്റ്റേജ് ഡിപ്രഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൈക്കോതെറാപ്പി സെഷൻസിലേക്ക് പോകുന്നത്. CBT, റിലാക്സേഷൻ ടെക്നിക്, ഫാമിലി തെറാപ്പി ഇതെല്ലാം കൊടുക്കാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ് ഉള്ളവർക്കുണ്ടെങ്കിലും സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇതിൻ്റെ ചികിത്സ നേടുക, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ നിങ്ങൾ രക്ഷിക്കുക. നന്ദി, നമസ്കാരം.